കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും കൃത്യമായി മതങ്ങൾക്ക് കൃത്യമായ സ്വാധീനം ചെലുത്താൻ എക്കാലത്തും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ CPM-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈഴവ കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു ശതമാനം വോട്ട് എക്കാലത്തും CPM-ന്റെ കൂടെ ഉറച്ചു നിന്ന ഒരു വോട്ട് തന്നെയാണ്. പക്ഷേ ഈ 2026 ഇലക്ഷനിൽ അത് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന രീതിയിലിട്ട്, പ്രത്യേകിച്ച് ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊല്ലത്തൊക്കെ വർക്ക് ചെയ്ത കൊല്ലത്ത് ഞാനടക്കം വിചാരിച്ചിട്ടുണ്ടായില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്ത് ഈ പറഞ്ഞ പോലെ ഈഴവ വിഭാഗത്തിന് നല്ല പ്രാതിനിധ്യമുള്ള അത്രയും വോട്ടുള്ള, പക്ഷേ ആ വോട്ടടക്കം BJP-യിലോട്ട് പോയി എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ വോട്ടടക്കം നല്ലൊരു ശതമാനം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൃത്യമായി സ്വാധീനിക്കപ്പെടുക്കാൻ ഈ പറഞ്ഞ പോലെ CPM-ന് സാധിച്ചില്ല. അത് BJP എടുത്തു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടെ BJP ഒരു സീറ്റ് പിടിക്കുന്നു. തെക്കൻ കേരളത്തിലാണ് BJP ഇപ്രാവശ്യം ഏറ്റവും വോട്ട് ഷെയറിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വോട്ട് ഷെയർ കഴിഞ്ഞ പ്രാവശ്യത്താണോ അതേപോലെ തന്നെ ഇക്കുറി നിന്നിട്ടുള്ളൂ. പക്ഷേ 3 സീറ്റ് അവർക്ക് കിട്ടി. ആ കിട്ടിയതിലും ഈ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം ഹിന്ദു കമ്മ്യൂണിറ്റി വോട്ടാണ് അങ്ങോട്ട് മറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു കമ്മിറ്റിക്ക് CPM നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് വിട്ടുപോയ വോട്ടുകൾ ഹിന്ദു വിഭാഗത്തിലെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകളെല്ലാം തിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ സംസ്ഥാനതല കോർഡിനേഷൻ കൊടുത്തിട്ടുള്ളത് P. ജയരാജനാണ്, കണ്ണൂരിൻ്റെ നേതാവിനാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് FB പോസ്റ്റിൽ അതിനെ എതിർത്തിട്ടുണ്ട്. ഇത്തരത്തിലൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഉള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അദ്ദേഹം എത്രത്തിലെ ഈ സാധനം നിരോധിച്ചാലും ഇല്ല എന്ന് പറയുമ്പോഴും CPM കൃത്യമായിട്ട് അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെ ഈ ഇലക്ഷൻ സമയത്തടക്കം വണ്ടിയിൽ കയറ്റി പോകുന്നു പല കാര്യങ്ങളും. പക്ഷേ അപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന SNDP-യിലെ വോട്ടുകൾ CPM-ന് കിട്ടുന്നില്ല എന്നാണ്. സാറിന് തോന്നുന്നുണ്ടോ CPM ഇത്തരത്തിലൊരു ടെമ്പിൾ കോർഡിനേഷൻ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ ഈഴവ വിഭാഗത്തിന് നഷ്ടപ്പെട്ട വോട്ടുകളെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്? ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്ന് മാത്രമല്ല, അത് നെഗറ്റീവായി പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ കേരളത്തിലെ പിന്നോക്ക വിഭാഗം, ഹിന്ദുക്കളിൽ പിന്നോക്ക വിഭാഗം, പ്രത്യേകിച്ചും ഈഴവരും ദളിതരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നിട്ടുള്ളത് അവർ ദൈവവിശ്വാസികളാണെന്നോ അമ്പലം സംരക്ഷിക്കുന്നവരാണെന്നോ പറഞ്ഞതുകൊണ്ടല്ല. അവർ ചരിത്രപരമായ ഭൗതികമായ കാരണങ്ങളുണ്ട് അവർക്ക്. ഇപ്പോൾ ഭൂപരിഷ്കരണം പോലെയുള്ള വിഷയങ്ങൾ, കർഷക തൊഴിലാളിയുടെ വിഷയങ്ങൾ, പാവപ്പെട്ട മനുഷ്യന്റെ വിഷയങ്ങൾ, അത് ഏറ്റെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവർ മഹാഭൂരിപക്ഷം ഇവരുടെ കൂടെ എന്നുള്ളത്. മാത്രമല്ല മറ്റ് സമുദായങ്ങളിലെ ആളുകളും അങ്ങനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നിട്ടുള്ളത്. പക്ഷെ സംഭവിച്ചത് എന്താ? ഇപ്പൊ 2024 തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു വിലയിരുത്തൽ ഇതുപോലെ നടത്തി. ഞങ്ങളുടെ വോട്ടുകൾ വല്ലാതെ പോയി, വലിയ ദോഷം സംഭവിച്ചല്ലോ. വലിയ തോതിൽ സീറ്റ് ഒരെണ്ണം കിട്ടി എന്നുള്ളത് മാത്രമല്ല, വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. ഇപ്പൊ UDF-ന്റെ സ്ഥാനാർത്ഥികളിലേക്ക് ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ ഭൂരിപക്ഷം കൂടുകയാണ്. LDF ജയിക്കുന്ന ചെറിയ ഭൂരിപക്ഷത്തിനും UDF ജയിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിനും ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ആ ഷിഫ്റ്റ് മുഴുവൻ ഹിന്ദു വോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് 2024 ഇവർ വിലയിരുത്തൽ നടത്തി. മാത്രമല്ല ആ കാലത്താണല്ലോ 2019 ശബരിമല റിപ്പർക്കഷൻ വന്നതും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും. എന്നിട്ട് ഇവര് വീട് കയറി ഇറങ്ങി പറഞ്ഞു, ശബരിമലയിൽ ഞങ്ങൾ പറഞ്ഞതല്ല, സുപ്രീം കോടതി പറഞ്ഞതാണ്. അയ്യപ്പ സംഗമം നടത്തി. എന്താ പറയുക, അയ്യപ്പ സംഗമം നടത്തി, വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തി, സുകുമാരൻ നായരെ കൂടെ നിർത്തി, യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വരെ വായിച്ചു. സത്യത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണമായില്ല, ദോഷമായി പോയി എന്നാണ്. കാരണം മറ്റ് വിഭാഗങ്ങൾക്ക് ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മതേതര ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയും വൃത്തികെട്ട വർഗീയവാദം പറയുന്ന ഒരാളെ കൂടെ നിർത്തിയത് ശരിയായില്ല എന്ന് വരും. ഇനി അതിന് പകരം മറ്റേ വോട്ട് കിട്ടിയോ? കിട്ടിയില്ല. പ്രത്യേകിച്ചും കഴക്കൂട്ടത്തും ചാത്തന്നൂരും ജയിക്കുന്നത് ഈഴവ വോട്ടിലെ കൃത്യമായ ഷിഫ്റ്റ് കൊണ്ടാണ്. തിരുവനന്തപുരം കുറച്ച് വ്യത്യാസമുണ്ട്, നിയമം കുറച്ച് വ്യത്യാസമുണ്ട്. ഈ 2 മണ്ഡലത്തിൽ കൃത്യമായ ഈഴവ വോട്ടിന്റെ ഷിഫ്റ്റ്. ആ മണ്ഡലത്തിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിൽ വർക്കലയിലടക്കം വലിയ തോതിൽ വോട്ട് പുറകോട്ട് പോയി. ജയിച്ച മണ്ഡലങ്ങളിൽ പോലും വോട്ട് പുറകോട്ട് പോയി. അപ്പോൾ ഇത് ഹിന്ദുത്വ അജണ്ട എടുത്തുകൊണ്ട് ടെമ്പിൾ പിടിച്ചടക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു അബദ്ധം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. പകരം ഈ ജനങ്ങൾക്ക് മതേതരമായി നിങ്ങൾക്ക് ഗുണകരമാവുമോ, ഞങ്ങളുടെ കൂടെ നിന്നാലാണ് എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിൽക്കണമെങ്കിൽ പറ്റുള്ളൂ. ഹിന്ദു പാർട്ടിയായിട്ട് നിൽക്കാം, ഹിന്ദു പാർട്ടിയായിട്ട് CPM പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിൽക്കാം. ഇനി ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അബദ്ധം എന്താണെന്നറിയോ? പണ്ടൊരിക്കലും ഇല്ലാത്ത, ഞാനൊരു ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ആള്. എൻ്റെ കുടുംബം പൂജാരി കുടുംബമാണ്. എൻ്റെ അച്ഛൻ തൊഴിലതായിരുന്നു. ഞാനും പഠിച്ചതൊക്കെ പൂജാരി ആയിരുന്നുണ്ട്. പിന്നെ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, ഞാൻ നിർത്തി. അത് വേറെ പ്രശ്നം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ചെറുപ്പത്തിലൊക്കെ പൂജയിച്ചിട്ടുള്ളതാണ്. ഇന്ന് ആ കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇന്ന് അമ്പലങ്ങളെ വലിയ തോതിൽ ബ്രാഹ്മണീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പൊ ശ്രീനാരായണ ഗുരു, SNDP കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശ്രീനാരായണ ഗുരു ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, നമുക്കറിയാലോ. ഈ ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് നമ്പൂതിരിമാർ ചോദിക്കുന്നു, തനിക്ക് എവിടെ നിന്ന് അതിന് അധികാരം കിട്ടിയത്? അപ്പോൾ ഇത് ഈഴവ ശിവനാ, നിങ്ങളുടെ ശിവനല്ല. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ, ഏറ്റവും പവർഫുൾ ആയ റെവല്യൂഷൻ ആയിരുന്നു ഒരർത്ഥത്തിൽ ഞാൻ കാണുന്നത്. കാരണം ശ്രീനാരായണ ഗുരുവിനറിയാം, ഈഴവ ശിവനും നമ്പൂതിരി ശിവനും നായർ ശിവനും ഒക്കെ വേറെ ഉണ്ടായാൽ പിന്നെ നമ്പൂതിരി ശിവനൊരു വിലയില്ല. കാരണം എന്താ, ശിവനെ ആളുകൾ ബഹുമാനിക്കണം. ശിവനെ ബഹുമാനിക്കുമ്പോൾ ശിവന്റെ അമ്പലത്തിൽ പൂജ കഴിക്കുന്ന നമ്പൂരിയെ ബ്രാഹ്മണനെ ബഹുമാനിക്കണം. അവിടെ പ്രതിഷ്ഠ നടത്തുന്ന ബ്രാഹ്മണനെ ബഹുമാനിക്കണം. അപ്പോ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ 100% ബ്രാഹ്മണിക്കലാണ് കേരളത്തിൽ നിലവിലുള്ള. മാത്രമല്ല, ഇപ്പൊ ദളിതരുടെയോ ജൈനരുടെയോ ബൗദ്ധരുടെയോ ഒക്കെ തന്നെ ക്ഷേത്രങ്ങൾ ഇവർ പിടിച്ചടക്കിയതാന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുണ്ട്. ശബരിമലയായാലും കൊടുങ്ങല്ലൂരായാലും കരുമാടിക്കുട്ടനായാലും അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഇവർ ഈ ബ്രാഹ്മണിക്കലാക്കിയത്. കൊടുങ്ങല്ലൂർ ഒരിക്കലും ഒരു തെറി പാടുകയും കോഴിയെ വെട്ടുകയും ചെയ്യുന്ന സ്ഥലത്ത് ബ്രാഹ്മണിക്കലാവാൻ പറ്റില്ലല്ലോ. അതെ, ശരിയാണ്, ബ്രാഹ്മണിക്കലാവാൻ പറ്റില്ലല്ലോ. പക്ഷേ അവിടെ പൂജ കഴിക്കുന്ന ബ്രാഹ്മണിക്കലായ ആളുകളാണ്. അടികൾ എന്ന് പറയുന്ന നമ്പൂതിരിമാരല്ല, അടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളും, ഇപ്പൊ കരുമാടിക്കുട്ടൻ. അപ്പോൾ ഇനിയിപ്പോ വടക്കോട്ട് ചെന്നാൽ തെയ്യങ്ങൾ പോലും ഇപ്പോൾ വലിയ തോതിൽ ഹിന്ദുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് പ്രശ്നം. ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ചില വിശ്വാസങ്ങൾ കടന്നു വരുന്നു. അത് ശിവന്റെ അവതാരമാണെന്ന് വരുന്നു. ചില മുത്തപ്പനൊക്കെ ശിവന്റെ അവതാരമാണ്. ഇപ്പോ പറശ്ശിനിക്കടവിൽ ശിവന് പൂജയുണ്ട്. ശരിക്കും ശിവനും പറശ്ശിനിക്കടവ് മുത്തപ്പനായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ കണക്കാക്കുന്നില്ല, എനിക്കറിയില്ല. പക്ഷെ ശിവനെ അതിലേക്ക് കൊണ്ടുവരിക. ഇതാരെ കൊണ്ടുവരുന്നേ? ഇത് കൊണ്ടുവരുന്നത് വളരെ ബോധപൂർവമായ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളാണ്. ഇതിനെ മറികടക്കാൻ കഴിയുമോ CPM-ന്? അതാണ് ചോദ്യം. പറ്റില്ല. ഇപ്പോ ശബരിമല തന്ത്രിയുടെ തർക്കം വന്നു. ഇപ്പോഴുള്ള തന്ത്രി, അയാൾക്ക് കേസുണ്ട്, പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നം എന്ന് അയാൾ പറഞ്ഞ്, അയാൾ പകരം ആര് തന്ത്രിയാകണം? തീർച്ചയായിട്ടും CPM-ന് പറയും നമ്പൂരി തന്ത്രിയാവണ്ട. തന്ത്രി പഠിച്ച ഇഷ്ടം പോലെ ആളുകൾ കേരളത്തിലുണ്ട്. ശബരിമല തന്ത്രിയാവാൻ യോഗ്യതയുള്ള 100 കണക്കിന് ആളുകൾ എനിക്കറിയാം. മറ്റ് സമുദായങ്ങളിൽ ജനിച്ച, ബ്രാഹ്മണ സമുദായത്തിൽ ജനിക്കാത്ത, ബ്രാഹ്മണന് അച്ഛനും അമ്മയല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്കറിയാം, അവർ നല്ല പൂജാരികളുണ്ട്, തന്ത്രിമാരുണ്ട്. ഇപ്പൊ പറവൂർ ശ്രീധരൻ തന്ത്രിയൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ. പക്ഷെ എന്തേ CPM-ന് പോലും പറയാൻ പറ്റാത്തത്? നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ, ഒരു പത്രസമ്മേളനം പോലൊരു സംഗതി ഇവിടെ കേരളം മുഴുവൻ ചുറ്റിയിരുന്നു. അല്ല, അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്ക് ചിരിച്ചെത്തുമോ? എൻ്റെ അമ്മൂമ്മ അങ്ങനെ പറയില്ല. ഭഗവതിയോട് കളിക്കരുത്, ഭഗവാനോട് കളിക്കരുത്, കളിച്ച കളി പിടിക്കും, അയ്യപ്പനോട് കളിച്ച കളി പിടിക്കും. ഈ ഡയലോഗ് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് എങ്ങനെയാണ് ക്ഷേത്രം സംരക്ഷിക്കുക? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണോ ക്ഷേത്രത്തിൽ നമ്മൾ കാണേണ്ടത്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. വിശ്വാസവും ആചാരവും തമ്മിലുള്ള ഇടപഴകലാണ് ക്ഷേത്രങ്ങളെ ബ്രാഹ്മണീകരിക്കുന്നത്. ആചാരം മാറ്റി നിർത്തിയാൽ വിശ്വാസമുണ്ട്. എനിക്ക് ശിവനിൽ വിശ്വസിക്കാം, അള്ളാഹുവിൽ വിശ്വസിക്കാം, എനിക്ക് യേശുവിൽ വിശ്വസിക്കാം, ഇതിൽ വിശ്വസിക്കാം, യഹോവയിൽ വിശ്വസിക്കാം, ഒരു വിരോധമില്ല. പക്ഷെ അതൊരു ആചാരമായി വരുമ്പോൾ, ആചാരത്തിലൂടെയാണല്ലോ ആളുകൾ വിശ്വാസം കാണിക്കണേ. ഇപ്പം എനിക്ക് വിശ്വാസം ഉണ്ടെന്ന്, നിങ്ങൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുമില്ല ഞായറാഴ്ച പള്ളി പോകും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളി പോകും, അല്ലെങ്കിൽ മറ്റേ ഇത് ഭഗവാന്റെ അടുത്ത് പോയി തൊഴും. ഇതല്ലേ നിങ്ങളുടെ വിശ്വാസം? യഥാർത്ഥത്തിൽ വിശ്വാസം അതല്ലല്ലോ. ഗാന്ധി അതല്ല. ഗാന്ധി ഒരു ക്ഷേത്രത്തിലും പോകാറില്ല. ഗാന്ധി എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളായിരുന്നു. മനസ്സിലായി? ആചാരങ്ങളിൽ നിന്ന് വിശ്വാസത്തെ വേർപെടുത്താൻ CPM-ന് കഴിയുമോ? ആചാരങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയാത്തിടത്തോളം ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണിസം കൊടുക്കും. ഇപ്പൊ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രത്തിൽ പോലും ബ്രാഹ്മണരെ ശാന്തിക്ക് വെക്കുന്നതാണ് നല്ലതെന്ന് SNDP ആലോചിക്കുന്ന ഒരു കാല ചില ശാഖകൾ. എനിക്കറിയാം, ഒരു ബ്രാഹ്മണന് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീനാരായണ ഗുരു എന്താ ചെയ്തത്? ബ്രാഹ്മണനെ നാം ഒഴിവാക്കിയത്. ബ്രാഹ്മണ്യത്തെ ജാതീയ വിശ്വാസത്തിൽ നിന്ന് ഒഴിവാക്കുക. ജാതി അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾക്ക് ഒരു വിശ്വാസം, ഒരു ആചാരം എന്ന് പറയാൻ പറ്റില്ല. വിശ്വാസം പറയാം, ആചാരം പറയാൻ പറ്റില്ല. ഈ വിശ്വാസ ആചാരങ്ങളിൽ വ്യത്യാസം മനസ്സിലായില്ലേ? എന്റെ വിശ്വാസ പ്രകടനമാണ് ആചാരം. എന്റെ വിശ്വാസ പ്രകടനമാണ് ആചാരം. നിങ്ങൾക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാം, നിങ്ങൾക്ക് പള്ളിയിൽ പോണ്ട. ഒരു ഇസ്ലാമിന് പള്ളി പോകണമെന്നില്ല. ശരിക്കും സത്യത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഇസ്ലാമിൽ പള്ളിയില്ല, നിർബന്ധമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ നിസ്കരിക്കാം. വീട്ടിൽ നിസ്കരിക്കാം, പള്ളിയിൽ, വണ്ടിയിൽ നിസ്കരിക്കാം, ട്രെയിനിൽ നിസ്കരിക്കാൻ കണ്ട ഒരു കുഴപ്പമില്ല. അവിടെ ഒരു ആചാരമില്ല, അവിടെ ഒരു മൗലവിയും വേണ്ട, അവിടെ ഒരു നിങ്ങൾക്ക് പറഞ്ഞൊരു പുരോഹിതൻ ഇല്ലല്ലോ. ഇസ്ലാമിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോണ്ട് ഒരു പൗരോഹിത്യം ഇല്ല. പിന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത് പഠിച്ച ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു, നല്ല കാര്യം. ഇപ്പൊ ഖുർആൻ പഠിച്ച ഒരാൾ നിങ്ങൾക്ക് ഖുർആൻ പറഞ്ഞു തരുന്നു. പക്ഷെ അയാൾക്ക് നിങ്ങളെക്കാൾ വലിയ മാന്യതയൊന്നുമില്ല. പക്ഷേ പൗരോഹിത്യം എന്ന് പറയുന്നത് വരുന്നതോടുകൂടി അത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് ആസ്തി വരും,
സമ്പത്ത് വരും, പള്ളി വരും, പറമ്പ് വരും, അമ്പലം വരും, അതിൻ്റെ അധികാരം വരും, സ്വർണം വരും, ഓളക വരും, വാതിൽപ്പാളി വരും, അത് കൊണ്ടുപോകും, മോഷ്ടിക്കും. ഇപ്പോൾ അയോധ്യയിൽ വരമോഷണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ വിശ്വാസമുള്ളത്? വിശ്വാസത്തെ അതിൽ നിന്ന് അകറ്റുകയാണ്. വിശ്വാസമുള്ള ഒരാൾക്ക് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. രാമന്റെ സ്വർണം മോഷ്ടിക്കാൻ പറ്റുമോ? രാമചരിതമാനസ് 5 കോടി രൂപയുടെ രാമചരിതമാനസ് സ്വർണത്തിൽ ഉണ്ടാക്കിയത് മോഷ്ടിച്ചു. രാമനിൽ വിശ്വസിക്കുന്ന ഒരാൾ മോഷ്ടിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു, ഈ യേശു ഉണ്ടെന്ന് സംശയമുള്ള അച്ഛനെ റേപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ ആചാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിശ്വാസത്തെ അങ്ങ് മാറ്റുകയാണ്. പക്ഷെ ഇതെങ്ങനെ ഈ CPM പോലൊരു പാർട്ടിക്ക് ഇതിലെങ്ങനെ ഇടപെടാൻ പറ്റും? അല്ല, സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, BJPയും RSSും ഈ പറഞ്ഞ പോലെ തെക്കൻ മലബാറിലടക്കം ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അവരുടേതായ രീതിയിൽ ആ സ്ഥാനത്ത് മാറ്റിയെടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ മുത്തപ്പൻ്റെ കാര്യത്തിലും പല കാര്യത്തിലും സാറ് പറഞ്ഞു. അപ്പം ഇനി അവരുടെ അതിലോട്ടുള്ള വരവിനെ ഇതിനെ ഒരു പരിധി വരെ തടുക്കാൻ വേണ്ടിയാണ് CPM ഇത്തരത്തിലൊരു മൂവ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ സാറ് പറയുന്നു അത് നടക്കുന്ന കാര്യമല്ല, CPM ഇങ്ങനെ ചെയ്താൽ അവർക്ക് തന്നെ വലിയ തരത്തിൽ തിരിച്ചടിയാവുള്ളൂ എന്ന് പറയുന്നു. പിന്നെ എന്ത് ചെയ്താലാണ് ഈ ഹിന്ദുത്വത്തിലോട്ട് കടന്നു വരുന്ന BJPയും RSSനെയും നിർത്തി പറ്റുന്നൊരു കാര്യം? ഹിന്ദുത്വത്തിലേക്ക് മാറാതിരിക്കണമെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് വേണം കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങാൻ. ആ വിഭാഗത്തിന്റെ എനിക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് ജാതി മതം ഇല്ലാതെ കുട്ടികൾ നീറ്റ് പരീക്ഷയുടെ പ്രശ്നത്തിൽ പോയത്? CJP എന്തുകൊണ്ടാണ്? കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം. യെസ്, അവരുടെ പ്രശ്നം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ വരും. പൊതുവായൊരു പ്രശ്നം വന്നാൽ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ടെന്നേ. ഒരു ഈഴവന്റെ പ്രശ്നം അവന് അമ്പലത്തിൽ പോലും പള്ളി പോലും ഒന്നുമല്ല. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഇസ്ലാമിന്റെ പ്രശ്നം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പള്ളി അമ്പലമല്ല. ഇപ്പോ എന്തുകൊണ്ടാണ് അയോധ്യയുള്ള ഫൈസാബാദിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റില്ലേ? SP ജയിച്ചില്ലേ? എന്തുകൊണ്ടാ? ലോകം മുഴുവൻ ഈ രാമനെ കൊണ്ടുവരുന്ന വിറ്റിട്ടല്ലേ ഇവര് ജീവിച്ചത്. ആ രാമനെ അവിടെ വേണ്ട, ഈ രാമന്റെ ആളുകളെ അവിടെ വേണ്ട. അവിടെ ഭൂരിപക്ഷവും രാമന്റെ ആളുകളല്ലേ, രാമനെ എതിർക്കുന്ന ആളുകളാണ്. പക്ഷെ രാമനെ അല്ല, രാമനെ കൊണ്ടുനടക്കുന്നവരെ. ഞാൻ പറഞ്ഞ രാമനെ എതിർക്കുന്നില്ല അവര്. രാമനെ കൊണ്ട് വോട്ട് പിടിക്കാൻ നടക്കുന്ന ആളുകൾക്ക് അവർ വോട്ട് കൊടുത്തില്ല. പോയിന്റ് മനസ്സിലായി? അപ്പൊ എന്റെ വാദം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പുറത്തല്ല നിങ്ങൾക്ക് ഇത് പോകേണ്ടത്. ഇനി ഇപ്പോ രാമായണം വായിക്കുന്നു. ഇപ്പൊ കർക്കിടക മാസമാണ്, എല്ലാവരും വീട്ടിൽ രാമായണം വായിക്കുന്നതാണ്. ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആൾ, എൻ്റെ വീട്ടിൽ ഒരിക്കലും രാമായണം വായിച്ചില്ല. എൻ്റെ വീട്ടിൽ ഈ രാമായണം വായന എപ്പോഴാണ് വന്നതെന്ന് എനിക്കറിയില്ല. രാമായണം വായനയൊക്കെ വളരെ അടുത്ത് വന്നതാണ്. വളരെ കൂളായിട്ട് ഈ സാധനം കൊണ്ടുവരിക, ഇതിലേക്ക് കൊണ്ടുവരിക. ഓരോ ആചാരങ്ങൾ നോക്കിക്കോളൂ. ഇതിനെ ഇപ്പോൾ ബാലഗോകുലം പണ്ട് ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇപ്പൊ ചിങ്ങമാസത്തിൽ വരും, ശ്രീകൃഷ്ണ ജയന്തിക്ക് ബാലഗോകുലം നടത്തി. CPM ബാലഗോകുലം നടത്തി. CPMന്റെ ബാല വിഭാഗം ഉണ്ടല്ലോ, അവരും നടത്തി. ശ്രീകൃഷ്ണനായിട്ടും ഇതൊക്കെ ആയിട്ട് വേഷം കെട്ടിച്ച്, രാധയായിട്ടും കുചേലനായിട്ടും വേഷം കെട്ടിച്ച്. എന്തിനാ ചെയ്യണേ? എന്തിനാ ചെയ്യേണ്ട കാര്യം? അങ്ങനെയാണോ ഇവരെ പിടിക്കുക? അപ്പൊ ഇവിടെയുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ എളുപ്പമാണ്. ഇത് രണ്ടും ഒന്നാണല്ലോ. എന്നാ പിന്നെ കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ പറ്റിയത് എന്താ? മൃദു ഹിന്ദുത്വം കളിച്ചുകൊണ്ടാണ്. അപ്പൊ മൃദു ഹിന്ദുത്വവും ഹാർഡ് ഹിന്ദുത്വം ഉണ്ടെങ്കിൽ സോഫ്റ്റിനേക്കാൾ നല്ല ഹാർഡല്ലേ? അങ്ങനെ പോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ശബരിമല വിഷയത്തിൽ CPM എന്തൊക്കെ പറഞ്ഞാലും ശബരിമല വിഷയത്തിൽ CPM ഇനിയിപ്പോ BJPക്ക് പോയ വോട്ട് അവർക്ക് വരില്ല, തിരിച്ചു വരില്ല. തിരിച്ചു വരാൻ വലിയ വിഷമമാണ്. അല്ലെങ്കിൽ BJP അത്ര നാറണം. BJP അത്ര നശിച്ചാലേ വോട്ട് വരും. അത് പൊളിറ്റിക്കല. BJP ഹിന്ദുത്വം അല്ലായതുകൊണ്ടല്ല, ഹിന്ദുത്വം കുറച്ച് കഴിഞ്ഞാൽ ഏൽക്കാണ്ട് വരും. അതാ എന്റെ വാദം. ഹിന്ദുത്വം ഏൽക്കാണ്ട് വരും. ഹിന്ദുത്വം ഏൽക്കാണ്ട് വരുന്ന ഒരു ഘട്ടം വരണമെങ്കിൽ അവരുടെ ജീവിതത്തെ ബാധിക്കണം. അതുകൊണ്ടാണ് CJPയിലെ കുട്ടികൾക്ക് ഹിന്ദു വെള്ളം കൊടുത്താലും മുസ്ലിം വെള്ളം കൊടുത്താലും ക്രിസ്ത്യാനി വെള്ളം കൊടുത്താലും അവർ വെള്ളം മേടിച്ച് കുടിക്കണം. അവർ പറഞ്ഞു ഇവിടെ ഈ പണിയൊന്നും പറയണ്ട, ഞങ്ങൾ കാരണം നീറ്റ് പരീക്ഷയ്ക്ക് തോറ്റത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ തോറ്റു, എല്ലാവരും പോയി. മാത്രമല്ല ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 വരെയാണ് മോദി ജയ് ശ്രീറാം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. 2024 ശേഷം നടന്ന പല അസം ഇലക്ഷൻ, വെസ്റ്റ് ബംഗാൾ ഇലക്ഷനിലേക്ക് അവിടുത്തെ ദൈവങ്ങൾ എന്താണ് അവരെ കൂട്ടുപിടിക്കുള്ളൂ. ജയ് ജഗന്നാഥ് എന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒഡീസയിൽ പോകുമ്പോൾ ജയ് ജഗന്നാഥിനെ വിളിക്കുന്നു. 2024 ശേഷം മോദി ശ്രീരാമനെ വിളിച്ചിട്ടില്ല എന്നുള്ളത് കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ആ സാധനം മുമ്പോട്ട് പോവില്ല, പകരം വേറെ എന്തെങ്കിലും സാധനം എടുത്ത് കളിക്കേണ്ട സമയമായിരിക്കുന്നു. അല്ല, അവിടെ തന്നെ അത് ഞാൻ പറഞ്ഞേ. അപ്പൊ അതിനെങ്ങനെയാ കൗണ്ടർ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അയോധ്യയിൽ രാമന്റെ പേര് പറഞ്ഞ പാർട്ടി പരാജയപ്പെടുത്തുന്നത്?
അതിൽ നിന്നാണ് CPM പഠിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കും. CPM പഠിക്കേണ്ടത് അതിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ വിഭാഗം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ നിങ്ങൾ വീണ്ടും സോഫ്റ്റ് ഹിന്ദുത്വ, മറ്റേ കുറച്ചുകൂടി നല്ല ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക് ആചാരങ്ങൾ നിങ്ങളെ പിടിമുറുക്കി കൂടുതൽ പോകും. അത് കൂടുതൽ ആഴത്തിൽ പോകും തോറും അതിന്റെ ഗുണം BJPക്ക് വരുള്ളൂ. ആചാരങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്നില്ല. ആചാരങ്ങളെ വെല്ലുവിളിക്കാൻ CPMന് കഴിയില്ല എന്ന് അവർ തെളിയിച്ചു. ശബരിമല ചെയ്തത് അബദ്ധാന്ന് ഇപ്പൊ അവർ പറയുന്നത്. അത് തന്നെയാണ് പ്രശ്നം. അതെന്തുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റാഞ്ഞ്? കാരണം അവരുടെ മറ്റു രീതിയിലുള്ള വിശ്വാസ്യത പോയി. 2019 ശബരിമല വന്നിട്ട് 2021 വേറെ ഭൗതിക കാരണങ്ങളാൽ CPMന്റെ വോട്ടൊന്നും പോയില്ലല്ലോ. അതെ, തിരിച്ചത് 99 സീറ്റ് ജയിച്ചില്ലേ? അപ്പോ ശബരിമല ഹിന്ദുത്വം ഒന്നല്ല അവരുടെ പ്രശ്നം, ഹിന്ദുത്വമല്ല അപ്പൊ അവിടെ എന്താ തോന്നിയേ? കോവിഡ് വന്നപ്പോൾ നേരിടാൻ, പ്രളയം വന്നപ്പോൾ നേരിടാൻ LDF ആണ് നല്ലത്. സംസ്ഥാനത്ത് പൊതുവായൊരു പ്രശ്നം വന്നു അവർ മുമ്പിൽ അവർ നിന്നു, അതുകൊണ്ട് അവർക്ക് കിട്ടി. അപ്പൊ അതുപോലെ കേരളത്തെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യുകയും അവിടെയാണ് സെക്യുലർ നമ്മൾ പറയുന്നത്. സെക്യുലർ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ മതമില്ലാത്തവനല്ല സെക്യുലർ. എന്നെ സംബന്ധിച്ചിടത്തോളം മതമില്ലാത്തവനല്ല സെക്യുലർ. ഇപ്പൊ ഗാന്ധി സെക്യുലറാണ്. ഗാന്ധി എന്തുകൊണ്ടാണ് സെക്യുലറാണ്? ഗാന്ധി എല്ലാ മതവും ആഗീരണം ചെയ്യുന്ന ആളാണ്, എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്ന ആളാണ്. അതിൽ യുക്തിയൊന്നുമില്ല. ഗാന്ധി അതിന് യുക്തി അന്വേഷിച്ച് പോയിട്ടുമില്ല. കാരണം യുക്തിപരല്ല മനുഷ്യന്റെ ചിന്ത പലപ്പോഴും, അല്ലേ? ശരിയാണ്. മനുഷ്യന്റെ ചിന്തകളെല്ലാം യുക്തിപരാണെന്ന് വിചാരിക്കുന്നത്. അതാണ് യുക്തിവാദികൾക്ക് ഇതുവരെ ഒരു സ്ഥലത്ത് പേര് കിട്ടാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ നമുക്ക് പറയുമ്പോൾ അല്ലേ വലുതാ യുക്തി. യുക്തി കൊണ്ട് നിങ്ങൾക്ക് ദൈവം ഇല്ല എന്ന് പ്രൂവ് ചെയ്യാം. പക്ഷേ എത്ര നിങ്ങൾ പ്രൂവ് ചെയ്താലും വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എന്നാലും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിക്കും. കാരണം കിട്ടിയ അനുഭവങ്ങളുണ്ട്, മോഹൻലാൽ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ യുക്തി അല്ല നേരിടുന്നത്. നിങ്ങൾ ദൈവത്തിനെതിരെ ഒന്നും പറയണ്ട, വിശ്വാസത്തിനെതിരെയും പറയണ്ട. എല്ലാ വിശ്വാസങ്ങളെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ അത് ഞങ്ങളുടെ അജണ്ടയിൽ നിങ്ങളുടെ വിശ്വാസമല്ല ഞങ്ങളുടെ അജണ്ട. ഞങ്ങളുടെ അജണ്ട നിങ്ങളുടെ വിശ്വാസമല്ല, വിശ്വാസ സംരക്ഷണമാണ് ഞങ്ങളുടെ അജണ്ട. മാത്രമല്ല വിശ്വാസ സംരക്ഷണവും ആചാര സംരക്ഷണവും രണ്ട. ഞാൻ അവിടെയാണ് അതിലെ പൂന്നൽ. വിശ്വാസം എന്താണ്, ആചാരം എന്താണെന്ന് വേർതിരിച്ചറിയാതാക്കുന്നതാണ് BJPയുടെ ഏറ്റവും വലിയ ടെക്നിക്ക്. അമ്പലങ്ങളിൽ പലതരം കർമ്മങ്ങൾ നടത്തുന്നു. 4 അമ്പല യാത്ര ഈ കർക്കിടക മാസത്തിൽ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയുമ്പോൾ ബ്രാഹ്മണി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളായി പോലും കേട്ടിട്ടില്ല. വേണ്ട, ബിസിനസ്സിൽ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞൊരു ഇടപാടിട്ട്. അക്ഷയ തൃതീയ എന്താണ്? അക്ഷയ തൃതീയ എങ്ങനെയാ ഇവർ വരുന്നത്? അന്ന് സ്വർണം മേടിക്കാൻ കൊള്ളാന്ന്. സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ആവശ്യമില്ല ഇത്, വേറെ ആരുടെ ആവശ്യം? അത് ജ്വല്ലറിക്കാരൻ്റെ ആവശ്യമാണ് അക്ഷയ തൃതീയ. അല്ലാണ്ട് നമുക്ക് എന്താ അക്ഷയ തൃതീയ? സ്വർണം നമുക്ക് കാശുള്ളപ്പോൾ മേടിക്കും, വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വിൽക്കും. ഞാൻ പറഞ്ഞേ ഇതിൽ രാഷ്ട്രീയം, ബിസിനസ് എല്ലാം കലർത്തി വിശ്വാസത്തെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായും വിശ്വാസം എവിടെ വരെയാവാം, ആചാരം എവിടെ വരെയാവാം എന്ന് തീരുമാനിക്കണം. ഒരു ബോർഡർ വരയ്ക്കണം. എങ്കിൽ മാത്രമേ ആചാരത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണം, വിശ്വാസത്തിൽ ഉറച്ചു നിർത്തണം. വിശ്വാസമില്ലാതെ മനുഷ്യൻ നിൽക്കാൻ പറ്റില്ല. ഭൂരിപക്ഷം മനുഷ്യർക്ക് എന്തെങ്കിലും വിശ്വാസം കാണുന്നേ, അതിപ്പോൾ തെറ്റൊന്നുമല്ല. വിശ്വാസം തെറ്റൊന്നുമല്ല, ആചാരം അതല്ല. ആചാരങ്ങൾ പലതും ഈ പറഞ്ഞ പോലെ ഈ ജാതിബദ്ധമാണ്. ജാതി വിരുദ്ധമായ പോരാട്ടത്തിലൂടെ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏത് പ്രോഗ്രസീവ് ആളുകൾക്കും മുമ്പോട്ട് പോകാൻ കഴിയും. അതാണ് അംബേദ്കർ. ഞാനതിൽ അംബേദ്കറെ 100% എൻ്റെ ഗുരുവായിട്ട് കാണുന്നത് അതുകൊണ്ടാണ്. ഞാനൊരു അംബേദ്കറൈറ്റാണ്. അല്ല, ഞാൻ അംബേദ്കറൈറ്റ് ഒന്നും പറയുന്നില്ല, ഞാൻ അങ്ങനെ ഒരു ഇറ്റും പറയുന്നില്ല. കാരണം ഞാൻ ഒരാളുടെയും ഒരു സംഗതിയും അവസാന വാക്കായിട്ട് കാണുന്നില്ല. ഈ വിഷയത്തിൽ, സാമൂഹ്യമായ വിഷയത്തിൽ അംബേദ്കർ തന്നെയാണ് ലാസ്റ്റ് വേർഡ് ഇന്ത്യൻ സമൂഹത്തിൽ. കാരണം ജാതി വിരുദ്ധമായ പോരാട്ടം നടത്തുക, മതേതര ജാതി വിരുദ്ധ പോരാട്ടമായിരിക്കണം ഇടതുപക്ഷത്തിൻ്റെ, പുരോഗമന പക്ഷത്തിന്. ഞാൻ ഇടതുപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ LDF എന്ന് മാത്രം തെറ്റിദ്ധരിക്കേണ്ട, CPM തെറ്റിദ്ധരിക്കേണ്ട, അവരുടെ അജണ്ട. അതുകൊണ്ട് അത് പോകാൻ പറ്റുകയാണെങ്കിൽ നടക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? വീണ്ടും ഈ ആചാരം. ഒരു ഉദാഹരണം കൂടി നമുക്ക് പറയാം. കേരളത്തിൽ P. ഗംഗാധരൻ എന്ന് പറയുന്ന CPMന്റെ സമുന്നതനായ ഒരു നേതാവുണ്ട്. SNDP വിമോചന സമരമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ SNDP നിന്ന് ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി P. ഗംഗാധരനെ വേഷം മാറ്റിച്ച് അങ്ങോട്ട് വിട്ടു. അവസാനം P. ഗംഗാധരൻ SNDP നേതാവായി, CPMന്ന് രാജിവെച്ചു പോയി. വളരെ സ്വാധീനമുള്ള എറണാകുളത്തല്ല, ഈ കേരളത്തിൽ നല്ല സ്വാധീനമുള്ളൊരു നേതാവായി. അങ്ങനെ ചെയ്തു. ജയരാജൻ പോകുമെന്നല്ല ഞാൻ പറയണേ. അങ്ങനെ ആളുകളെ വിട്ടാൽ അവസാനം
അയാൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരലുണ്ടാവില്ല. മാത്രമല്ല അതിനുള്ള വിശ്വാസ്യത നേടിയെടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കണം. അതിന് കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ RSS കൊണ്ടൊന്നും അല്ല തോൽക്കുക, വിശ്വാസ്യത ഇല്ലായ്മ കൊണ്ടാ തോൽക്കുക.